ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ പറയുന്ന ഒരു പോയിന്റ്, കുഞ്ഞുങ്ങൾ ഇന്നില്ല, അവര് പള്ളിയിലോട്ട് പോയി. ഇന്ന് ഞായറാഴ്ചയാണല്ലോ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇന്ന് രാവിലെ നടക്കുന്നത് ഒഴിവാക്കേണ്ട, പ്രത്യേകിച്ച് ഞങ്ങളുടെ ആരോഗ്യപരമായി പ്രായം വരുന്നുണ്ട്, ആരോഗ്യം നശിപ്പിക്കേണ്ട എന്നുള്ള ആ വാക്കുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ഒരു ചെറിയ വിഷയം, വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ ഒരു വിഷയമാണ്, സമൂഹത്തിൽ എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ടോപ്പിക് ഇട്ടത്. ഇതിനകത്ത് നിനക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യാം. അതൊരു മത്സര ബുദ്ധിയോടാവുകയും ചെയ്യരുത്. ഒന്ന്, എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഒരിക്കലും ഇല്ല. ഓക്കെ, അപ്പൊ എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ കുടുംബജീവിതത്തിലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഭാര്യയും ഭർത്താവുമായാലും കൊച്ചുങ്ങളായാലും എല്ലാവരുടെയും ഇഷ്ടങ്ങളെ ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. ആഗ്രഹിക്കുന്നത് സ്വാഭാവികം. എന്റെ ഭർത്താവ് ഇങ്ങനെ ആവണം, എന്റെ ഭാര്യ ഇങ്ങനെ ആവണം, ഞാൻ ഇങ്ങനെ ആയിരിക്കണം, എന്റെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ ആയിരിക്കണം, എന്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, അവർ നല്ലോണം പഠിക്കുന്നവരായിരിക്കണം, നല്ല ജോലിയോ, അങ്ങനെ 100 കൂട്ടം ആഗ്രഹങ്ങളുണ്ടാവും. ഈ ആഗ്രഹങ്ങളെല്ലാം ഒരു സാങ്കേതികത്വ നിലയിൽ ഇങ്ങനെ നിൽക്കണം. മനസ്സിലാവുന്നു? ആഗ്രഹങ്ങൾ നമുക്കേ നേടാൻ പറ്റൂ. എന്റെ ആഗ്രഹം നിനക്ക് നേടാൻ പറ്റൂ. അപ്പൊ നീ അവനവൻ ശ്രമിച്ചാൽ മാത്രമേ ഇത് നേടാൻ പറ്റൂ. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യണം. ബന്ധങ്ങൾ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ, സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, കുടുംബമായുള്ള ബന്ധമായിക്കോട്ടെ, എല്ലാവരുമായിട്ടുള്ള ബന്ധങ്ങൾ, ഫ്രണ്ട്സുമായിട്ടുള്ള ബന്ധങ്ങൾ, ഈ ബന്ധങ്ങളെല്ലാം നിലനിർത്തുന്നതിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ത്യജിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതാണ് പ്രശ്നം. നമ്മൾ എന്തെങ്കിലും ത്യജിച്ച് എന്ത് ചെയ്യുന്നില്ല? എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ ആഗ്രഹങ്ങളാ ത്യജിക്കുന്നേ. അവർ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നില്ല? സറണ്ടർ ചെയ്ത് തരുന്നില്ല. അപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നമ്മൾ ആർക്കും വേണ്ടി ഒന്നും ത്യജിക്കാൻ പോണ്ട. നമ്മൾ നമ്മളായി നിൽക്കാൻ പഠിക്കണം. മനസ്സിലാവും? നമുക്കൊരു ക്യാരക്ടർ ഉണ്ട്, നമുക്കൊരു സ്വഭാവമുണ്ട്, നമ്മൾ എങ്ങനെയാണ്, ഇതനുസരിച്ച് അതിന് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? പരസ്പര ബഹുമാനം കൊടുക്കണം. മനസ്സിലായോ? ത്യജിക്കുകയല്ല ചെയ്യേണ്ടത്, നീ പരസ്പരം ബഹുമാനിക്കുക. ആ ബഹുമാനം കൃത്യമായി കൊടുത്തിരിക്കണം. അത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കാലെ പിടിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ത്യജിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? അപ്പൊ എല്ലാവരും എന്താണ് ചെയ്യേണ്ടത്? പരസ്പരം സ്നേഹിക്കണം, പരസ്പരം ബഹുമാനിക്കണം. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് എന്തോ ചെയ്യും? നമുക്ക് ആ എന്തുകൊണ്ട് രാജൻജി? ഓ, സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ എന്താണ്, നമുക്ക് ഒരു പരസ്പര സഹകരണമാവാം, ആയിക്കൂടെ? അപ്പൊ ബഹുമാനവും സഹകരണം നിലനിർത്തുക. ഒരു സമൂഹത്തിൽ ഒരു സ്ഥിരതയുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. ഇതൊന്നും നമ്മൾ നശിപ്പിച്ചു. മനസ്സിലാവുന്നോ? നമ്മളുടെ സ്വപ്നങ്ങൾക്ക് നമ്മൾ ഒരു ബന്ധം നിലനിർത്താൻ, അല്ലെങ്കിൽ നമ്മൾ ചിലർക്കൊക്കെ ഉണ്ട് ഈ അടിയാൻ തമ്പ്രാൻ എന്നുള്ള കാലഘട്ടത്തിലൊക്കെ ഈ അടിയാൻ ഒരു സ്വാതന്ത്ര്യവും ഇല്ല. അവൻ തമ്പ്രാനെ സൂപ്പിച്ചോണ്ട് നടക്കണം. ഇന്ന് നടക്കും? ഇല്ല. ഇനിയും നമ്മൾ ചിലപ്പോ എന്ത് ചെയ്യും? കുടുംബ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ഈക്വൽ റൈറ്റ് ഉള്ളവരാ. നീ പറയും, ഞാൻ വീട്ടു ജോലിയാണെങ്കിലും ഒരു ജോലിയാണ്, അത് ഈക്വലായിട്ട് ചെയ്യണം, ശരിയാണ്. പക്ഷെ ഒരു കാലഘട്ടത്തിൽ വീട്ടു ജോലി ചെയ്യുന്നതിന് നമുക്ക് എന്ത് ചെയ്യുമായിരുന്നു? ഇന്നത്തെ കാലത്ത് എല്ലാവരും ജോലിക്കാരെ വെക്കും, അതും അവർക്കും വരുമാനം കിട്ടും, അങ്ങനെ ഷെയറിങ് ഉണ്ടാവും. പക്ഷെ പണ്ടത്തെ കാലത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് നനയ്ക്കണം എന്ന് പറഞ്ഞാൽ നനച്ചേ പറ്റും. ഇന്ന് പക്ഷെ മെഷീനുണ്ട്, നമുക്കൊരു കാര്യത്തിന് വേറൊരു സംവിധാനം ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ കൂടുതൽ കാലൊക്കെ കേട്ടോ. അപ്പൊ കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മളുടെ കഴിവ്, നീ ഒരു ഡോക്ടറേറ്റ് ഉള്ള ഒരാളാണ്. അപ്പൊ നിന്റെ കഴിവിനെ നീ ഒന്നുകൂടെ വികസിപ്പിച്ച് അതിൽ നിന്ന് കിട്ടാവുന്ന, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 50,000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ 1,00,000 ആക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1,00,000 രൂപയാക്കുമ്പോൾ ഒരു വീട്ടുജോലിക്കാരിയെ വെക്കാൻ പറ്റും, ഒരു മെഷീൻ അധികം മേടിക്കാൻ പറ്റും, അങ്ങനെ കുറെ കാര്യങ്ങൾ അധികമാക്കും. അപ്പൊ നമ്മുടെ കഴിവിനെയാണ് നമ്മൾ വികസിപ്പിക്കേണ്ടത്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്? അല്ലാതെ നമ്മൾ സഹിച്ച് നമ്മളെങ്ങനെ ഒന്നും നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി സറണ്ടർ ചെയ്ത് അങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് വിചാരിച്ചാൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. അപ്പൊ നമ്മൾ എന്ത് പഠിക്കണമെന്നറിയാമോ? ഈ കേസിനകത്ത് നമ്മൾ പഠിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യണം? കഴിയില്ല എന്ന് പറയാൻ പറ്റണം. മനസ്സിലായോ? ഇപ്പം കുഞ്ഞുങ്ങൾ തന്നെ ആയാലും അത് പപ്പ ചെയ്തോളും, അത് അമ്മ ചെയ്തോളും. ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല. പപ്പയും അമ്മയും പപ്പയുടെ കാര്യം അമ്മയുടെ കാര്യം ചെയ്യും, അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട ആവശ്യമായ കാര്യം അല്ല എല്ലാം ചെയ്യുമെന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? അവൻ ഡിപ്പെൻഡഡ് ആയി പോകരുത്. അവന്റെ ജീവിതത്തിൽ അങ്ങനെ വളരുന്ന എത്രയോ പേര് നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് നമുക്കറിയാമോ? അന്നേരം അതിന് കാരണം എന്താന്ന് ചോദിച്ചാൽ, മനുഷ്യരുടെ ആവശ്യങ്ങൾ വിഭിന്നമാണ്. മനസ്സിലാവുന്നോ? ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ സന്തോഷം മാറ്റി വെച്ചിട്ടല്ല സന്തോഷിപ്പിക്കുന്നത്. അങ്ങനെ ഒരാളെ അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം എന്നാൽ നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി വേറൊരാളെ നിരാശപ്പെടുത്താനും പാടില്ല.
മനസ്സിലായോ? ഇല്ല, സാറാപ്പയിലെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, എവരി വൺ ഹാവ് ദ ലിബർട്ടി ബട്ട് കനോട്ട് ബി കർട്ടൈൽ അതേഴ്സ് ലിബർട്ടി. നിന്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിന്റെ സ്വാതന്ത്ര്യങ്ങൾ നിനക്ക് എൻജോയ് ചെയ്യാം, പക്ഷെ വേറൊരാളുടെ സ്വാതന്ത്ര്യത്തെ മനസ്സിലാവുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ചെയ്യരുതാത്ത ഇതൊരു കാര്യമാണ്, നമ്മുടെ മാനസിക ആരോഗ്യം തകർക്കാൻ ഇടവരരുത്. മനസ്സിലാവുന്നോ? സെൽഫായിട്ട് സപ്രസ് ആവരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പരിധിയുണ്ട്, മനസ്സിലായോ? ആ പരിധി എന്ത് ചെയ്യരുത്, ഇല്ലാതാക്കി ജീവിക്കേണ്ടി വരരുത്. നമുക്ക് നമ്മുടെ കൃത്യമായി ഇത് ചെയ്യാനുണ്ടല്ലേ നമുക്ക് കഴിയണം, മനസ്സിലായോ? നമുക്കൊരു സ്ഥിരമായ ഒരു ആത്മസംശയം വരരുത്, മനസ്സിലാവുന്നോ? അതും വലിയൊരു പ്രോബ്ലമാണ്. പിന്നെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യരുത്, ദൂര സഞ്ചാരികൾ നമ്മുടെ ലക്ഷ്യമായിട്ട് മാത്രം അങ്ങ് നിന്നു പോരുത്. കാലിനകത്ത് കല്ല് കയറിയത്, മനസ്സിലാവുന്നോ? അപ്പം നമുക്ക് ഈ പറയുന്ന ഈ മനസ്സിലൊരു സംതൃപ്തി കിട്ടത്തില്ല. നമ്മുടെ മനസ്സിന് സംതൃപ്തി വരണം. എന്ത് വേണം? നമ്മുടെ മനസ്സിന് സംതൃപ്തി വരാൻ നമുക്ക് കഴിയണം. അപ്പം നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നറിയാം? ഞാനൊരു ചില നിർദ്ദേശം തരാം, എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇതെങ്ങനെയാണ് ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന്. സന്തോഷമായിട്ടിരിക്കുകയാണോ നമ്മൾ നമ്മുടെ കാര്യം ചെയ്യുന്നത്? അത് അല്ല, അതിനെന്ത് ചെയ്യണം? അത് ബാലൻസ് ചെയ്യാനൊരു വഴി എന്ന് പറഞ്ഞാൽ എപ്പോഴും സത്യസന്ധരായിരിക്കണം. മനസ്സിലാവുന്നു? എപ്പോഴും സത്യസന്ധരായിട്ടിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ വ്യക്തിപരമായ ഒരു പരിധി വെക്കണം. എല്ലാത്തിനും ഒരു പരിധി, ലിമിറ്റ് ഇല്ല. ഭാര്യയാണ്, ഇവിടം വരെ ആവാം, കൊച്ചുങ്ങളാണ്, ഇങ്ങനെയാവാം. മനസ്സിലായോ? നമ്മൾ വളരണമെന്നുണ്ടെങ്കിൽ നെൽസൺ വളരണമെങ്കിൽ നെൽസന്റെ ഉള്ളിലല്ലേ ആ കഴിവ് കിടക്കുന്നേ. ആ കഴിവ് പുറത്തെടുത്താലല്ലേ മറ്റുള്ളവർക്ക് കൂടെ പ്രയോജനം ചെയ്യും. ഇത് നമ്മളുടെ കഴിവുകൾ നമ്മൾ കുഴിച്ചിട്ടിട്ട് കഴിവില്ലാത്തവനെ കഴിവുണ്ടാക്കാൻ നിൽക്കുക. ഐഡിയ മനസ്സിലാവുന്നോ? എൻ്റെ ജീവിതത്തിലൊക്കെ പണ്ട് ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു. ഞാൻ മറ്റുള്ളവരെ കളയ്ക്കാൻ നിന്നുകൊണ്ടിരുന്നു, മനസ്സിലാവുന്നു? അവനെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുക. ഇപ്പം ഞാൻ എന്ത് ചെയ്യത്തില്ല, സ്വയം ഒന്ന് ട്രൈ ചെയ്യാനോ. അതുകൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബൊക്കെ എടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്നത്. മനസ്സിലായോ? നമുക്ക് എല്ലാവരും ഒരു പരിധി വെക്കണം, മനസ്സിലായോ? പിന്നൊരു പ്രോബ്ലം എന്താന്ന് ചോദിച്ചാൽ, നമുക്കൊരു പ്രാധാന്യമുണ്ട്. താങ്കളുടെ പ്രാധാന്യം, ലിനിയുടെ പ്രാധാന്യം, അത് ഡീൽ ചെയ്യാൻ ആർക്കേ പറ്റൂ? ഇത് തിരിച്ചറിഞ്ഞേ പറ്റൂ. മനസ്സിലായോ? നമ്മൾ ഈ ലോകത്ത് വന്ന് നമ്മുടെ കാര്യങ്ങളെ കൃത്യമായി ഒരു പരിധി വെച്ച് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ, മനസ്സിലാവുന്നോ, വലിയ ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാം, മനസ്സിലായോ? പക്ഷെ നമ്മുടെ അടിസ്ഥാനം തെറ്റരുത്. ഞാൻ ഈ പറഞ്ഞ കാര്യമൊന്നും തെറ്റരുത്. സന്തോഷിപ്പിക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല, മനസ്സിലായോ? ഈ സന്തോഷിപ്പിക്കുന്ന ജോലി നിങ്ങൾക്ക് മാത്രമായിരിക്കരുത് എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഈ സന്തോഷിപ്പിക്കാൻ മറ്റുള്ളവരും നിങ്ങളെന്ത് ചെയ്യും? ആ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഗുണമുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനൊരു കഴിവുണ്ട്, നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാനോ ഒരു കഴിവ് ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സന്തോഷങ്ങളാ ത്യജിക്കുന്നത്. അത് ത്യജിക്കാൻ പാടില്ല. നമ്മളുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ കഴിവ് നമ്മുടേതാണ്. ആ കഴിവ് ഒരിക്കലും എടുത്തെന്ത് ചെയ്യുന്നത് വേറൊരുത്തിന് കിട്ടത്തില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തിനാ ആ കഴിവ് നമുക്ക്? അവന് കിട്ടാത്തൊരു കഴിവിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത്, അവനില്ലാത്തൊരു കഴിവിനെ പറ്റി. മനസ്സിലായോ? ഒരു ഓട്ടക്കാരനാണെങ്കിൽ ഓടാൻ കഴിവുള്ളവൻ്റെ അടുത്തല്ലേ നമുക്ക് പറയേണ്ടത്. ഓടാൻ കഴിവുള്ള ഒരുത്തൻ ഓടാൻ കഴിവില്ലാത്ത ഒരുത്തിനെ ഓടിപ്പിക്കാൻ നിൽക്കണ്ട. ഓടാൻ കഴിവുള്ളവൻ ഓടണം, മനസ്സിലായോ? സമൂഹത്തിൽ ഇപ്പം ഈ രാഷ്ട്രീയക്കാരായാലും ശരി, രാഷ്ട്രീയക്കാരെ എന്ത് ചെയ്യും? ഈ രാഷ്ട്രീയക്കാര് മറ്റൊരാളെ ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കണം. ആ മറ്റൊരുത്തനും ഈ ഒരു സാഹചര്യം ഉണ്ട്. അവനെ എന്ത് ചെയ്യുന്നില്ല, അത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നില്ല, അവൻ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാ യാഥാർത്ഥ്യം. ഇന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസാക്ഷിക്കെതിരെ പ്രവർത്തിക്കരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പരിപാടി. നമ്മൾ ഒരാളെ ഹെൽപ്പ് ഇറങ്ങുമ്പോഴും ഒരു കാര്യം ആലോചിക്കണം. നമ്മുടെ മനസാക്ഷിക്ക് ഒരു തുല്യോടെ, ആ മനസാക്ഷിക്ക് അനുസരിച്ച് ജീവിക്കണം. അല്ലാതെ നമ്മുടെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യം പോലും അവന് വേണ്ടി ചെയ്തു കൊടുക്കാൻ നിൽക്കരുത്. കാരണം എന്താ? അതായത് ഈ തമ്പ്രാൻ അടിയാനുള്ള കൺസെപ്റ്റ് പോലെ അവൻ എന്ത് ചെയ്യാനാ? തമ്പ്രാൻ അനുഭവിക്കാനുള്ളവനും തമ്പ്രാൻ സുഖിക്കാനുള്ളവനും അടിയാൻ എന്ത് അനുഭവിക്കാനുള്ളവനും എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഇതുവരെ നമ്മൾ അനുവദിക്കരുത്. മനസ്സിലായോ? എല്ലാവരെയും സംതൃപ്തിപ്പെടുത്താൻ ഞാൻ ഇത്ര ഒരു കൺക്ലൂഷൻ പറയാം. എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തി കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിനെപ്പറ്റി ചിന്തിക്കുകയും വേണ്ട, മനസ്സിലായോ? അതുകൊണ്ട് ഒരു ചാട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കാര്യം, അതായത് നമ്മളുമായി ബന്ധപ്പെട്ട കാര്യം കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലാവുന്നോ? എല്ലാവരെയും സംരക്ഷിച്ച് അത് ക്ലിയർ ചെയ്ത് പോകുക എന്നുള്ളത്
പറ്റത്തില്ല എന്നുള്ളത്, അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. എല്ലാവരെയും സംരക്ഷിച്ചു. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്തുവാ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയാം? നോ പറയണം എന്നുള്ളതാണ്. മനസ്സിലായോ? ആ നോ പറയാൻ പഠിക്കാത്തവരെല്ലാം എന്ത് ചെയ്യുന്നറിയാം? ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും. മനസ്സിലാവുന്നോ? എന്തുകൊണ്ടാണ് എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തണമെന്ന് തോന്നുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു തോന്നൽ വരുന്നത്? നല്ല പിള്ളേന്ന് പറഞ്ഞാൽ അംഗീകാരം ലഭിക്കാനാണ്. എന്തോ എല്ലാവരോടും നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങ് സംതൃപ്തിപ്പെടുത്തണമെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഈ നോ പറയാത്തത്. എന്റെ പൊന്നിൽ ഇനി ജീവിതത്തിൽ ആദ്യം പഠിക്കേണ്ടത് നോ പറയാനാണ്. എന്ത് കാര്യം ആര് ചോദിച്ചാലും പഴയ സ്വഭാവം അങ്ങനെ ആയിരുന്നു. ഞാനൊരു 3-4 വർഷത്തിന് മുമ്പ് എന്റെ അമ്മോ തോട്ടി എവിടത്തിലേക്ക് കൂടെ പോകുന്ന കാര്യവും എടുത്ത് പിടിച്ച് അതിനുവേണ്ടി ടെൻഷൻ അടിച്ച് മറ്റവരെന്ത് ചെയ്യുക? ചിലപ്പോ നമുക്ക് 100-500 രൂപ തരുമായിരിക്കും. എന്റെ ദൈവമേ ആലോചിച്ച ഒരു കാരണവശാലും ചെയ്യരുത്. മനസ്സിലായോ? അംഗീകാരം ലഭിക്കാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. എന്നെ കൊണ്ട് പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ബാല്യകാലത്തെ വല്ല അനുഭവങ്ങളും ആയിരിക്കും. മനസ്സിലായോ? എന്തുകൊണ്ട് എല്ലാവരും പണ്ടേ ഇങ്ങനെ സൂപ്പിരാള്, പണ്ടേ ആൾക്കാരെ ഇങ്ങനെ ഒരു കാരണവശാലും അത് ചെയ്യരുത്, നോ പറഞ്ഞോണം. മനസ്സിലായോ? അല്ലാതൊരു പ്രശ്നം എന്തോന്നറിയാം? ഈ പെണ്ണുങ്ങളോടായാലും പ്രണയിക്കുന്ന പെണ്ണോടായാലും എന്ത് ചെയ്യുന്നറിയാം? അല്ലെ ഭാര്യയോടായാലും ശരി, അല്ല ഭാര്യയോട് വേണ്ട, അത്രയും വേണ്ട. അന്നേരം എന്ത് സംഭവം എന്നറിയാം? നോ പറയത്തില്ല. കാരണം എന്താ പറയാ? അല്ല, ഭാര്യയോട് പറയരുത്. അത് വിട്ടുപിരിഞ്ഞു പോയാൽ നമുക്ക് അവസാനം പണിയാവും. അപ്പൊ എന്തോ എന്നറിയാം? സെൽഫിഷ് ആയിട്ടോ ആന്നടേ. എല്ലാ മനുഷ്യരും അൾട്ടിമേറ്റ് അല്ലയോ? പുരുഷന്മാര് സെൽഫിഷ് എന്നല്ല. പുരുഷന്മാർക്ക് ഈ തോട്ടിനകത്ത് സെക്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഒരു പ്രായം വരെ കൃത്യമായി വരുന്നവരാണ്. അത് സമ്മതിക്കാനുള്ളൊരു മടി കൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത് എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും വലിയ വ്യാകുലാന്നില്ല. ഇപ്പൊ ഞാൻ സ്വന്തം സന്തോഷം മാത്രം മറ്റുള്ളവരുടെ അല്ല, ഞാൻ എന്തായിരുന്നു പറഞ്ഞത്? അന്നേരം ഇവർക്ക് എന്താ പേടിയെന്നറിയാം? ഇനി എവിടെങ്ങാനും വിട്ടുപിരിഞ്ഞു പോകുമോ, അതുകൊണ്ട് നോ പറയത്തില്ല. മനസ്സിലാകുന്നു? വിട്ടുപിരിഞ്ഞു പോകുമോ എന്ന ഭയം കൊണ്ട് നോ പറയാതിരിക്കുന്നവരുണ്ട്. പിന്നെന്തോന്നറിയോ? എന്റെ കൂട്ടുള്ള പിള്ളമാര് അല്ല, പിള്ളകള് നല്ല മനുഷ്യൻ, അവനെ പോലൊരു നല്ല മനുഷ്യൻ എന്ന് കേൾപ്പിക്കാൻ വേണ്ടി നോ പറയത്തേയില്ല. അറ്റാക്ക് വരുന്ന കാര്യം ആണെങ്കിലും എന്ത് ചെയ്യത്തില്ല? നോ പറയത്തില്ല. മനസ്സിലായോ? ഇതിങ്ങനെയുള്ള സാമൂഹ്യ സമ്മർദ്ദങ്ങള്. പിന്നെന്ന് പറഞ്ഞാൽ അങ്ങ് സഹാനുഭൂതി. മനസ്സിലായോ? ഞാൻ ഇന്ന ആളാങ്ങ് കമത്തു എന്നുള്ള രീതി. മനസ്സിലായോ? ആരും ദുഃഖിക്കരുത് എന്ന ഒരു കൺസെപ്റ്റ്. മനസ്സിലായോ? ഇതൊക്കെയാണ് എന്തിന്റെ പ്രശ്നം. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാധനം കൊണ്ടാണ് നമ്മൾ നോ പറയാത്തത്. ഇനി മരണം വന്നാലും നോ പറയണം. അന്നേരം എല്ലാരെയും നഷ്ടപ്പെടുത്താതിരിക്കാൻ ഈ പോയിന്റ് അങ്ങ് പഠിച്ചോണ്ടിരിക്കുക. എല്ലാരെയും നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ സ്വയം നഷ്ടപ്പെടുക. അതാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ ഇനി ചെയ്യത്തില്ല. ആ കളി ഇനി നടക്കത്തില്ല. ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം ഇനിയും അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നാണ്ടല്ലോ. അതുകൊണ്ടല്ലേ കോടതി പല കാര്യങ്ങളും അമ്മമാർക്കായിട്ടൊക്കെ അപ്പനുമായിട്ടൊക്കെ കൊടുക്കുന്നത്. മനസ്സിലാവുന്നോ? ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഐഡിയ കിട്ടിയോ? എന്തോതിനെ പറ്റിയാ പറഞ്ഞേ? സ്വയം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിച്ച് സമയം കളയരുത്. ഏറ്റവും അവസാനം മരിക്കേണ്ട സമയത്ത് ഒറ്റയ്ക്കേ കാണൂ. ഇത്രയും ആലോചിച്ചാൽ മതി. മനസ്സിലായോ? അതുകൊണ്ട് ആർക്കും വേണ്ടി നീ നിന്റെ ജീവിതം ജീവിച്ചില്ല. വെള്ളം ഒറ്റയടിക്ക് തീർന്നു പോയല്ലോ. ലീക്കായോ? ആഹാ. അപ്പം നമ്മുടെ ജീവിതം വേറൊരാൾ, നമ്മളിങ്ങനെ മലയാളത്തിൽ പറയുന്നത് എന്റെ ജീവിതം നായി നക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും അത് നക്കാനുള്ള അവസരം കൊടുക്കരുത്. ഐഡിയ കിട്ടിയോ? എന്തെങ്കിലും ഇതിനകത്ത് സംശയമുണ്ടോ? അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഹായ് എന്തുകൊണ്ട് കേട്ടോടെ. അതുകൊണ്ട് നമ്മൾ എന്ത് വിഷയം ഉണ്ടായാലും ശരി, നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടി ജീവിക്കാൻ പറ്റണം. നമുക്ക് വേണ്ടി സ്വല്പ സമയം വെക്കണം. ആൾക്കാരോട് നോ പറയാൻ പഠിക്കണം. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ എന്റെ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. ആൾക്കാരെ സന്തോഷിപ്പിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം ത്യജിക്കുന്നത് ഒരിക്കലും ഉചിതമല്ല. അതോടൊപ്പം തന്നെ മനുഷ്യ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ ജീവിതത്തിൽ നോ പറയാൻ പഠിക്കണം. എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയണം. അതുകൊണ്ട് സംതൃപ്തിപ്പെടുത്തുക, മറ്റുള്ളവരെ സംതൃപ്തിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ സ്വയം കുഴിയിലേക്ക് വീഴുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന് അടിവരയിട്ട് പറയുന്നു. താങ്ക് യു.